കാളിദാസന്റെ ശാകുന്തളം ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ചലച്ചിത്ര രൂപാന്തരമാക്കപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിൽ 1965 ഉദയയുടെ ബാനറിൽ കുഞ്ചാക്കോ ശാകുന്തളത്തെ ശകുന്തള എന്ന പേരിൽ ചലച്ചിത്ര രൂപമാക്കിയത്. ശകുന്തളയും ദുഷ്യന്തനുമായി KR വിജയും പ്രേംനസീറുമായിരുന്നു. അന്നത്തെ കാലത്ത് ഡിജിറ്റൽ സംവിധാനങ്ങളോ ഗ്രാഫിക്സ് വേലകളോ ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഇതിൻ്റെ സംവിധായകനായ കുഞ്ചാക്കോ ചില ഗാനങ്ങളിൽ ചില പ്രത്യേക ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നായകൻ വീണയോ സിത്താറോ വായിച്ച് നായിക നൃത്തം ചെയ്യുന്നത് പോലെയുള്ള രംഗങ്ങൾ ആദ്യകാല സിനിമകളിൽ നമ്മൾ നിറയെ കണ്ടിട്ടുണ്ട്. ഇതിലും അത്തരമൊരു രംഗമുണ്ട്. വയലാർ ദേവരാജൻ ടീം ഒരുക്കി ദാസേട്ടൻ ആലപിച്ച സ്വർണ്ണത്താമര ഇതിലുറങ്ങുമെന്ന ഗാനത്തിൽ നായിക വീണയിലൂടെ ഇറങ്ങി വരുന്ന ആ രംഗം, ആ ആദ്യകാല ടെക്നിക് ഒന്ന് കണ്ടു നോക്കൂ. കന്യകേ സ്വർണ്ണത്താമര ഇതളിലുറങ്ങും കൺവത പോവന കന്യകേ, ആരുടെ അനുരാഗമല്ലിക നീ, ആരുടെ സ്വയംവര കന്യക നീ. സ്വർണ്ണത്താമര ഇതളിലുറങ്ങും കൺവത പോവന കന്യകേ, ആരുടെ അനുരാഗമല്ലിക നീ, ആരുടെ സ്വയംവര കന്യക നീ. ചൂടാത്ത നവരത്നമണി പോലെ, ചുംബനമറിയാത്ത പൂ പോലെ, ചൂടാത്ത നവരത്നമണി പോലെ, ചുംബനമറിയാത്ത പൂ പോലെ, നുള്ളാത്ത തളിർ പോലെ, മീട്ടാത്ത ശ്രുതി പോലെ, നുകരാത്ത മധു പോലെ, നിന്നു നുകരാത്ത മധു പോലെ. സ്വർണ്ണത്താമര ഇതളിലുറങ്ങും കൺവത പോവന കന്യകേ, ആരുടെ അനുരാഗമല്ലിക നീ, ആരുടെ സ്വയംവര കന്യക നീ. കാലിൽ ദർഭമുന കൊണ്ടിട്ടോ, മാറിൽ പുഷ്പശരം കൊണ്ടിട്ടോ, കാലിൽ ദർഭമുന കൊണ്ടിട്ടോ, മാറിൽ പുഷ്പശരം കൊണ്ടിട്ടോ, അല്ലിപ്പുന്തണലിൽ കാണിച്ചു നിന്നു നീ അരയന്ന പിട പോലെ, നിന്നു നീ അരയന്ന പിട പോലെ. സ്വർണ്ണത്താമര ഇതളിലുറങ്ങും കൺവത പോവന കന്യകേ, ആരുടെ അനുരാഗമല്ലിക നീ, ആരുടെ സ്വയംവര കന്യക നീ. സ്വർണ്ണത്താമര ഇതളിലുറങ്ങും കൺവത പോവന കന്യകേ, ആരുടെ അനുരാഗമല്ലിക നീ, ആരുടെ സ്വയംവര കന്യക നീ. ഇന്ത്യൻ സിനിമയിലെ ആദ്യ സൂപ്പർ സ്റ്റാറായ രാജേഷ് ഖന്നയുടെ മികച്ച അഭിനയം കൊണ്ട് ശ്രദ്ധേയമായ ചിത്രമായിരുന്നു ആനന്ദ്. ഋഷികേശ് മുഖർജിയായിരുന്നു ഇതിൻ്റെ സംവിധായകൻ. ആനന്ദ് എന്ന ഇതിലെ നായക കഥാപാത്രത്തെ ഋഷികേശ് മുഖർജി രൂപം കൊടുത്തത് രാജ് കപൂറിനെ മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നു അത്രേ. ഇതിലാദ്യം കാസ്റ്റ് ചെയ്തത് പ്രശസ്ത ഗായകനായ കിഷോർ കുമാറിനെയും മെഹ്മൂദിനെയുമായിരുന്നു. പിന്നീട് രാജേഷ് ഖന്നയും അമിതാഭ് ബച്ചനുമായി മാറി. എന്തായാലും ഇതിൽ കൂടുതൽ കയ്യടി നേടിയത് രാജേഷ് ഖന്ന തന്നെയായിരുന്നു. രാജേഷ് ഖന്നയ്ക്ക് വേണ്ടി ആ സമയത്ത് ഗാനങ്ങൾ ആലപിച്ചിരുന്നത് കിഷോർ കുമാറായിരുന്നു. എന്നാൽ ആനന്ദിലെ ചിത്രത്തിൻ്റെ ഒരു ഇന്നസെൻസിന് വേണ്ടിയാണെന്ന് തോന്നുന്നു മുകേഷിനെ കൊണ്ട് ഇതിലെ ഗാനങ്ങൾ ആലപിപ്പിച്ചത്. മുകേഷിൻ്റെ ശബ്ദത്തിലെ ആ നിഷ്കളങ്കത ഈ ഗാനത്തിന് മാറ്റുകൂട്ടുകയും ചെയ്തു. എന്തായാലും ഈ ഗാനത്തിലൂടെ നമുക്ക് രാജേഷ് ഖന്നയെ ഒരിക്കൽ കൂടി ഓർക്കാം.